എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാക്യശുദ്ധി ഭാഗം 2 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാക്യശുദ്ധിയുടെ കുറേ നിയമങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ചെന്ന് കാണുക. നിങ്ങൾക്ക് നിയമങ്ങൾ അറിഞ്ഞിരുന്നാൽ വാക്യശുദ്ധി വേഗത്തിൽ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് കുറേ പ്രീവിയസ് ക്വസ്റ്റ്യനും അതുപോലെ ഇനിയുള്ള എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറേ വാക്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അത് പഠിച്ചെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതുവരെ ആരെങ്കിലും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്ക് തുടർച്ചയായി മലയാളം ക്ലാസ്സസ് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഹോം പേജ് ആയിരിക്കും ലഭിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ബ്രിസ്റ്റു പ്ലസ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ലഭിക്കുന്നത്. ഇവിടെ മലയാളം ക്ലാസ്സസ് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യത്തേത് പരമാവധി 8000 രൂപ വരെ ശമ്പളം കിട്ടിയേക്കും. പരമാവധി 8000 രൂപ വരെ ശമ്പളം കിട്ടിയേക്കും. ഏതിലാണ് വരുന്നത്? പൗനരുക്തത്തിലല്ലേ? ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാൽ, കവിഞ്ഞ, അതുപോലെ ഏകദേശം, ഓളം എന്നിവയെല്ലാം ഒരുമിച്ച് വേണ്ട എന്ന്. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. പരമാവധി, പരമാവധി, അതുപോലെ വരെ എന്നിവ ഒരുമിച്ച് വരേണ്ട കാര്യമില്ല. പരമാവധി 8000 രൂപ വരെ ശമ്പളം കിട്ടിയേക്കും. ഇത് തെറ്റായിട്ടുള്ള ഒരു വാക്യമാണ്. പരമാവധി 8000 രൂപ ശമ്പളം കിട്ടിയേക്കും. ഇതാണ് ശരിയായിട്ടുള്ള വാക്യം. ഇവിടെ വരെ എന്നുള്ളത് നമുക്ക് വേണ്ട. പരമാവധി 8000 രൂപ ശമ്പളം കിട്ടിയേക്കും. ഇതാണ് ശരിയായിട്ടുള്ള വാക്യം. അടുത്ത നോക്കാം. ഉച്ചയ്ക്കു ശേഷം കുഞ്ഞുങ്ങളുടെ ഞരമ്പുകൾക്കുണ്ടാകുന്ന അണുബാധയെ പറ്റി ചർച്ച നടന്നു. ഉച്ചയ്ക്കു ശേഷം കുഞ്ഞുങ്ങളുടെ ഞരമ്പുകൾക്കുണ്ടാകുന്ന അണുബാധയെ പറ്റി ചർച്ച നടന്നു. ഇവിടെ എന്താണ്? കർത്താവ്, കർമ്മം, ക്രിയ, ആ ഒരു ക്രമം തെറ്റിയിട്ടാണല്ലേ വന്നിരിക്കുന്നത്. ഉച്ചയ്ക്കു ശേഷം കുഞ്ഞുങ്ങളുടെ എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം കുഞ്ഞുങ്ങളുടെ ഞരമ്പുകൾക്ക് രോഗം ഉണ്ടായി എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അത് തെറ്റായിട്ടുള്ള വാക്യമാണ്. ഇത് തെറ്റായിട്ടുള്ള വാക്യമാണ്. ശരിയായിട്ടുള്ളത് എന്താണ്? കുഞ്ഞുങ്ങളുടെ ഞരമ്പുകൾക്കുണ്ടാകുന്ന അണുബാധയെ പറ്റി എപ്പോഴാണ് ചർച്ച നടന്നത്? ഉച്ചയ്ക്കു ശേഷമാണ്. കുഞ്ഞുങ്ങളുടെ ഞരമ്പുകൾക്കുണ്ടാകുന്ന അണുബാധയെ പറ്റി ഉച്ചയ്ക്കു ശേഷം ചർച്ച നടന്നു. ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ള വാക്യം. ഇവിടെ ശ്രദ്ധിക്കണം, ഉച്ചയ്ക്കു ശേഷം കുഞ്ഞുങ്ങളുടെ എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് കുഞ്ഞുങ്ങളുടെ ഞരമ്പുകൾക്ക് രോഗമുണ്ടായെന്ന് അർത്ഥമാക്കുന്നത്. തെറ്റായിട്ടുള്ള വാക്യമാണ്. ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ള വാക്യം. അടുത്തത് നോക്കാം. ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ അയാളുടെ കണ്ണുകൾ മറ്റൊരാൾക്ക് വെച്ചു കൊടുത്തു. ഇവിടെ ഭാര്യയുടെ സമ്മതത്തോടെ എന്ന് പറയുമ്പോൾ ഇവിടെയും ഓർഡർ തെറ്റിച്ചാണ് വന്നിരിക്കുന്നത്. ക്രമം തെറ്റിയിട്ടുണ്ടല്ലേ? ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ എന്ന് പറയുമ്പോൾ ഭാര്യയുടെ സമ്മതത്തോടെയാണോ അയാൾ മരിച്ചത്? അല്ല. എന്താണ് വരുന്നത്? മരണമടഞ്ഞ അയാളുടെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ മറ്റൊരാൾക്ക് വച്ചു കൊടുത്തു. മറ്റൊരാൾക്ക് വച്ചു കൊടുക്കുന്നതിനാണ് ഭാര്യയുടെ സമ്മതം ചോദിച്ചത് അല്ലെ? മരണമടഞ്ഞ അയാളുടെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ മറ്റൊരാൾക്ക് വച്ചു കൊടുത്തു. ഇവിടെ ഇത് ഭാര്യയുടെ സമ്മതത്തോടെ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള വാക്യമാണ്. ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ള വാക്യം. അടുത്ത നോക്കാം. വേറെ ഗത്യന്തരമില്ലാതെ അയാൾ മാപ്പ് പറഞ്ഞു. ഇത് PSC പലതവണ ചോദിക്കാറുള്ളതാണ്. വേറെ ഗത്യന്തരമില്ലാതെ. ഇവിടെ വേറെ എന്നതും ഗത്യന്തരമില്ലാതെ എന്നുള്ളതും ഒരുമിച്ച് വരണ്ട. വേറെ എന്നുള്ളതും ഗത്യന്തരമില്ലാതെ എന്നുള്ളതും ഒരുമിച്ച് വരണ്ട. മറ്റു ഗതിയില്ലാതെ അല്ലെങ്കിൽ വേറെ ഗതിയില്ലാതെ എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ളതാണ്. വേറെ ഗത്യന്തരമില്ലാതെ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള വാക്യമാണ്. എങ്ങനെയാ വരിക? ഗത്യന്തരമില്ലാതെ അയാൾ മാപ്പ് പറഞ്ഞു. ഗത്യന്തരമില്ലാതെ അയാൾ മാപ്പ് പറഞ്ഞു. ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ള വാക്യം. അടുത്ത നോക്കാം. രാഷ്ട്രപതി തൻ്റെ പത്നിയോടൊപ്പം എത്തിച്ചേർന്നു. രാഷ്ട്രപതി തൻ്റെ പത്നിയോടൊപ്പം എത്തിച്ചേർന്നു. ഇവിടെ തൻ്റെ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം വരുന്നില്ല അല്ലേ? തൻ്റെ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം വരുന്നില്ല. രാഷ്ട്രപതി പത്നിയോടൊപ്പം എത്തിച്ചേർന്നു. ആരുടെ പത്നിയാണ് അവിടെ എടുത്തു പറയേണ്ട കാര്യം വരുന്നില്ല. രാഷ്ട്രപതി പത്നിയോടൊപ്പം എത്തിച്ചേർന്നു. ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ള വാക്യം. അടുത്തത് ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിനും തെറ്റുകൾ വരാം. ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിനും തെറ്റുകൾ വരാം. എന്താണ് ഇവിടെ തെറ്റ്? ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിനും ഇവിടെ ലേ വന്നിട്ടുണ്ടല്ലേ? പോലെ. അതുപോലെ മലയാളത്തിലും എന്ന് വരണം. ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിലും
തെറ്റുകൾ വരാം. ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം. അടുത്തത് നോക്കാം. 10 രൂപ പിരിവുകാർക്ക് അദ്ദേഹം കൊടുത്തു. 10 രൂപ പിരിവുകാരെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 10 രൂപ പിരിവുകാരല്ലല്ലോ. എന്താണ് വരിക? അദ്ദേഹം പിരിവുകാർക്ക് 10 രൂപ കൊടുത്തു. അദ്ദേഹം പിരിവുകാർക്ക് 10 രൂപ കൊടുത്തു. ഇവിടെയും ക്രമം തെറ്റിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം പിരിവുകാർക്ക് 10 രൂപ കൊടുത്തു. എത്ര രൂപയാണ് കൊടുത്തത്? 10 രൂപ കൊടുത്തു. അടുത്തത്, കുട്ടിയുടെ കാലിലെ പാദസരം പോയി. എങ്ങനെയാണ് ശരിയാക്കി എഴുതുക? കുട്ടിയുടെ കാലിലെ പാദസരം പോയി എന്നത് എങ്ങനെ ശരിയാക്കും? കുട്ടിയുടെ പാദസരം പോയി. കാലിലല്ലേ പാദസരം ഉള്ളത്, അല്ലേ? കാലിലാണ് പാദസരം അണിയുന്നത്. അത് ചിന്തിച്ചാൽ മതി. കുട്ടിയുടെ കാലിലെ എന്നുള്ളത് വേണ്ട. കുട്ടിയുടെ പാദസരം പോയി. ചിലപ്പോൾ ഇത് പദദോഷത്തിലും ചോദിച്ചേക്കാം. പാദസ്വരം എന്ന് ചോദിച്ചേക്കാം. പാദസ്വരമല്ല, നമ്മൾ പദശുദ്ധി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പാദസരമാണ്, പാദത്തിൽ സരിക്കുന്നതാണ് പാദസരം, അല്ലെ? അപ്പോൾ കുട്ടിയുടെ പാദസരം പോയി. കാലിലാണ് പാദസരം ഉള്ളത്. അപ്പോൾ കാലിലെ എന്നുള്ളത് ആവശ്യമില്ല. ചിലർ പറയാറുണ്ട്, എനിക്ക് കാലിലിടാൻ ചെരുപ്പ് വേണം. കാലിലാണല്ലോ നമ്മൾ ചെരുപ്പിടാറ്, അത് ഓർത്താൽ മതി. എനിക്ക് കാലിലിടാൻ ചെരുപ്പ് വേണം എന്ന് പറയണ്ട. എനിക്ക് ചെരുപ്പ് വേണം. എനിക്ക് കാലിലിടാൻ ചെരുപ്പ് വേണം എന്നുള്ളത് വേണ്ട. എനിക്ക് ചെരുപ്പ് വേണം, അതാണ് ശരിയായിട്ടുള്ള വാക്യം. അപ്പോൾ ഇവിടെ കുട്ടിയുടെ പാദസരം പോയി, അത്രയും മതി. അടുത്തത്, എല്ലാവരും അവരവരുടെ യഥാസ്ഥാനത്ത് ഇരിക്കണം. ഇവിടെ നമുക്ക് വായിക്കുമ്പോൾ തെറ്റുകളൊന്നും അങ്ങനെ തോന്നില്ല. പക്ഷെ ഇവിടെ തെറ്റുണ്ട്. എല്ലാവരും അവരവരുടെ യഥാസ്ഥാനത്ത് ഇരിക്കണം എന്ന് പറയണ്ട. എല്ലാവരും അവരവരുടെ സ്ഥാനത്ത് ഇരിക്കണം. അല്ലെങ്കിൽ എല്ലാവരും യഥാസ്ഥാനത്ത് ഇരിക്കണം. എങ്ങനെയാണ്? എല്ലാവരും അവരവരുടെ സ്ഥാനത്ത് ഇരിക്കണം, അല്ലെങ്കിൽ എല്ലാവരും യഥാസ്ഥാനത്ത് ഇരിക്കണം. ഇങ്ങനെയാണ് ഇവിടെ വാക്യശുദ്ധി വരുത്തേണ്ടത്. നമുക്ക് അടുത്തത് നോക്കാം. അനുഗ്രഹീത പാട്ടുകാരനാണ് യേശുദാസ്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പദദോഷമാണ്, അല്ലേ? പദദോഷമാണ് സംഭവിച്ചിരിക്കുന്നത്. അനുഗ്രഹീത പാട്ടുകാരനാണോ? അല്ല, പദശുദ്ധിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അനുഗ്രഹീതയല്ല, അനുഗൃഹീതയാണെന്ന്. അനുഗൃഹീത, അല്ലേ? അനുഗൃഹീതയാണ്. അനുഗൃഹീത പാട്ടുകാരനാണ് യേശുദാസ്. അനുഗൃഹീത പാട്ടുകാരനാണ് യേശുദാസ്. അടുത്ത നോക്കാം. ജാഥയിൽ ഏകദേശം 100ഓളം പേർ പങ്കെടുക്കുകയുണ്ടായി. ജാഥയിൽ ഏകദേശം 100ഓളം പേർ പങ്കെടുക്കുകയുണ്ടായി. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഏകദേശം, ഓളം ഒരുമിച്ച് വേണ്ട. ഏകദേശം, അതുപോലെ ഓളം ഒരുമിച്ച് വേണ്ട. ഏകദേശം, ഓളം എന്നിവ ഒരുമിച്ച് വേണ്ട. ജാഥയിൽ ഏകദേശം 100 പേർ പങ്കെടുക്കുകയുണ്ടായി. ജാഥയിൽ ഏകദേശം 100 പേർ പങ്കെടുക്കുകയുണ്ടായി. അടുത്തത്, മന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. മന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഇവിടെ എന്താണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത്? പദദോഷമാണ്. അസന്നിഗ്ധമായി, അസന്നിഗ്ധമായി എന്നാണോ പറയേണ്ടത്? അസന്നിഗ്ധമായി, അസന്നിഗ്ധമായി, അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. മന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഇതാണ് ഇവിടെ വാക്യശുദ്ധി വരുത്തേണ്ടത്. അടുത്തത്, തേങ്ങ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നു. തേങ്ങ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? തേങ്ങ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. തേങ്ങ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഇവിടെ മുകളിൽ, അതുപോലെ പൊങ്ങിക്കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഒരേ അർത്ഥത്തിലാണ് വരുന്നത്, അല്ലെ? മുകളിൽ എന്നതും പൊങ്ങിക്കിടക്കുക എന്ന് പറയുന്നത് ഒരേ അർത്ഥത്തിലാണ് വരുന്നത്. മുകളിൽ ആണ് പൊങ്ങിക്കിടക്കുന്നത്. പൊങ്ങിക്കിടക്കുക എന്ന് പറയുന്നത് തന്നെ മുകളിലാണ്. അപ്പോൾ ഇവിടെ തേങ്ങ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഇത്രയും മതി. ഓക്കെ. അടുത്തത്, മനസ്സിൽ ഒന്ന് വിചാരിക്കുക, വേറൊന്ന് കാട്ടുക. മനസ്സിൽ ഒന്ന് വിചാരിക്കുക, വേറൊന്ന് കാട്ടുക. ഇതിൽ എന്താണ് തെറ്റ്? മനസ്സിൽ ഒന്ന് വിചാരിക്കുക, മനസ്സിൽ എന്നത് വേണ്ട. ഒന്ന് വിചാരിക്കുക, വേറൊന്ന് കാട്ടുക. വിചാരിക്കുന്നത് എവിടെയാണ്? മനസ്സിലാണ്. അപ്പോൾ ഒന്ന് വിചാരിക്കുക, വേറൊന്ന് കാട്ടുക. ഒന്ന് വിചാരിക്കുക, വേറൊന്ന് കാട്ടുക. ഇത്രയും മതി. മനസ്സിൽ ഒന്ന് വിചാരിക്കുക എന്നുള്ളത് വേണ്ട. അടുത്ത നോക്കാം. നിങ്ങളേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എന്താണ് ഇവിടെ? ഹാർദവമല്ല, ഹാർദമാണ്. ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളേവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ള
വാക്യം. അടുത്തത് അജഗജാന്തര വ്യത്യാസം ഉള്ളവരാണ് രാമനും സീതയും. അജഗജാന്തര വ്യത്യാസമുള്ളവരാണ് രാമനും സീതയും. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അജഗജാന്തര വ്യത്യാസം. അജഗജാന്തരം എന്നാൽ വലിയ വ്യത്യാസം എന്നാണ് അർത്ഥം വരുന്നത്. അജഗജാന്തരം എന്നാൽ വലിയ വ്യത്യാസം. അപ്പൊ ഇവിടെ പിന്നെയും വ്യത്യാസം എന്ന് എടുത്തു പറയേണ്ട കാര്യം വരുന്നില്ല. അജഗജാന്തരമുള്ളവരാണ് രാമനും സീതയും. അജഗജാന്തരമുള്ളവരാണ് രാമനും സീതയും. അല്ലെങ്കിൽ രാമനും സീതയും തമ്മിൽ അജഗജാന്തരമുണ്ട്. രാമനും സീതയും തമ്മിൽ അജഗജാന്തരമുണ്ട് എന്ന് എഴുതാം. ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ള വാക്യം. അടുത്തത് നോക്കാം. ഗുരു പഠിക്കാത്തതിന് ശിഷ്യനെ ശിക്ഷിച്ചു. ഗുരു പഠിക്കാത്തതിന് ശിഷ്യനെ ശിക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? ഗുരു പഠിക്കാത്തതിന്, ഗുരു ആണ് പഠിക്കാത്തത് എന്നാണ് അർത്ഥമാക്കുന്നത്. പക്ഷെ ഇവിടെ ഗുരു ആണോ പഠിക്കാത്തത്? ഗുരു പഠിക്കാത്തതിന് ശിഷ്യനെ എന്തിനാണ് ശിക്ഷിക്കുന്നത്? ഗുരുവിനെ അല്ലേ ശിക്ഷിക്കേണ്ടത്. അപ്പൊ ഇവിടെ ശരിയായിട്ട് എഴുതേണ്ടത് ഗുരു ശിഷ്യനെ പഠിക്കാത്തതിന് ശിക്ഷിച്ചു. ഗുരു ശിഷ്യനെ പഠിക്കാത്തതിന് ശിക്ഷിച്ചു. ഗുരു ശിഷ്യനെ പഠിക്കാത്തതിന് ശിക്ഷിച്ചു. ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ള വാക്യം. അടുത്ത നോക്കാം. ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ കാലിലെ പാദസരം പോയി എന്നുള്ളതുപോലെ ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണെന്ന്. കാലിലെ പാദസരം എന്ന് വേണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഇവിടെ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ്, അവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത്. ഞാൻ കേട്ടതാണ്, ഞാൻ കേട്ടതാണ് എന്ന് മതി. ഇവിടെ എൻ്റെ ചെവി കൊണ്ട് എന്നുള്ളത് വേണ്ട. എൻ്റെ ചെവി കൊണ്ട് എന്നുള്ളത് വേണ്ട. ഞാൻ കേട്ടതാണ്, കേൾക്കുന്നത് ചെവി കൊണ്ടാണ്. ഞാൻ കേട്ടതാണ് എന്ന് മാത്രം മതി. അടുത്തത് കൃഷി രീതികൾ ആധുനികീവത്കരിക്കേണ്ടതാണ്. കൃഷി രീതികൾ ആധുനികീവത്കരിക്കേണ്ടതാണ്. ഇവിടെ എന്താണ് തെറ്റ്? കൃഷി രീതികൾ ആധുനികീകരിക്കേണ്ടതാണ്. വത് വേണ്ട. കൃഷി രീതികൾ ആധുനികീകരിക്കേണ്ടതാണ്. കൃഷി രീതികൾ ആധുനികീകരിക്കേണ്ടതാണ്. ആധുനികീകരണം എന്നതാണ് ശരിയായിട്ടുള്ള വാക്യം വരുന്നത്. അപ്പൊ ഇവിടെ കൃഷി രീതികൾ ആധുനികീകരിക്കേണ്ടതാണ്. ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ള വാക്യം. അപ്പൊ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിലൂടെയും അതുപോലെ തന്നെ SCERT ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഒരു മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഭാഗമാണ്. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. മറ്റു ഗത്യന്തരമില്ലാതെ അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്താണ് മറ്റു ഗത്യന്തരമില്ലാതെ എന്ന് പറയണ്ട. മറ്റു, വേറെ അതൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. വേറെ ഗത്യന്തരമില്ലാതെ, അതുപോലെ മറ്റു ഗത്യന്തരമില്ലാതെ ഇതൊന്നും ഉപയോഗിക്കേണ്ട. ഗത്യന്തരമില്ലാതെ അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇത്രയും മതി. ഗത്യന്തരമില്ലാതെ അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഗത്യന്തരമില്ലാതെ അല്ലെങ്കിൽ മറ്റു ഗതിയില്ലാതെ, വേറെ ഗതിയില്ലാതെ എന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പൊ ഇവിടെ ഗത്യന്തരമില്ലാതെ അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. അടുത്തത് ആ സ്ത്രീയുടെ ധീരനായ പുത്രന് വീരചക്രം ലഭിച്ചു. ആ സ്ത്രീയുടെ ധീരനായ പുത്രന് വീരചക്രം ലഭിച്ചു. ധീരന്മാർക്കാണ് വീരചക്രം ലഭിക്കുന്നത്. അത് ഓർത്ത് വെക്കുക. ധീരന്മാർക്കാണ് വീരചക്രം ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ത്രീയുടെ ധീരനായ പുത്രന് വീരചക്രം ലഭിച്ചു എന്ന് പറയണ്ട. ആ സ്ത്രീയുടെ പുത്രന് വീരചക്രം ലഭിച്ചു. ആ സ്ത്രീയുടെ പുത്രന് വീരചക്രം ലഭിച്ചു. ധീരന്മാർക്കാണ് വീരചക്രം ലഭിക്കുന്നത്. ആ സ്ത്രീയുടെ പുത്രന് വീരചക്രം ലഭിച്ചു. അടുത്തത് വൃത്തികെട്ട രാധയുടെ വീട് തൂത്തു വൃത്തിയാക്കി. വൃത്തികെട്ട രാധയുടെ വീട് എന്ന് പറയുമ്പോൾ ഇവിടെ രാധയാണ് വൃത്തികെട്ടതായിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ വൃത്തികെട്ട രാധയുടെ എന്ന് പറയണ്ട. രാധയുടെ വൃത്തികെട്ട വീട് വൃത്തിയാക്കി. ഇവിടെ എന്താണ് വരുന്നത്? പദക്രമം അല്ലേ? പ്രക്രമഭംഗത്തിലാണ് ഉൾപ്പെടുന്നത്. രാധയുടെ വൃത്തികെട്ട വീട് വൃത്തിയാക്കി. അടുത്തത് 3 പുസ്തകങ്ങൾ അയാൾ എഴുതി. സംഖ്യാശബ്ദം അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഖ്യാശബ്ദം ഒരു സംഖ്യയാണ് വരുന്നതെങ്കിൽ അടുത്ത പദം ഏകവചനമായിരിക്കും. ഇവിടെ ബഹുവചനമാണ് കൊടുത്തിരിക്കുന്നത്. പുസ്തകങ്ങൾ എന്നത് ബഹുവചന രൂപമാണല്ലേ? 3 പുസ്തകം എന്ന് മതി. അയാൾ 3 പുസ്തകം എഴുതി. ഇവിടെ പദക്രമത്തിലും വരുന്നുണ്ട്, സംഖ്യാശബ്ദത്തിലും വരുന്നുണ്ട്. ഇവിടെ ഓർഡർ തെറ്റിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അയാൾ 3 പുസ്തകം എഴുതി എന്നാണ് പറയേണ്ടത്. അയാൾ 3 പുസ്തകം എഴുതി. പുസ്തകങ്ങളല്ല, 3 പുസ്തകം എഴുതി. അടുത്തത് അന്ന് ആദ്യമായി കണി കണ്ടത് ഒരു കാട്ടാനയെയാണ്. അന്ന് ആദ്യമായി കണി കണ്ടത് ഒരു കാട്ടാനയെയാണ്. ആദ്യമായി എന്ന് പറയുന്നതും കണി എന്ന് പറയുന്നതും സെയിം മീനിങ് അല്ലേ വരുന്നത്? ഒരേ അർത്ഥമാണ് അതിന് വരുന്നത്. ആദ്യമായി എന്നതും കണി എന്ന് പറയുന്നതും ഒരേ അർത്ഥത്തിലാണ് വരുന്നത്. നമുക്ക് എങ്ങനെ എഴുതാം? അന്ന്
കണി കണ്ടത് ഒരു കാട്ടാനയെയാണ്. അന്ന് കണി കണ്ടത് ഒരു കാട്ടാനയെയാണ് എന്ന് നമുക്ക് ശരിയാക്കി എഴുതാം. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. ആശുപത്രി പരിസരത്ത് കണ്ട അനാഥ ശിശുവിനെ അനാഥാലയങ്ങളിൽ ഏൽപ്പിക്കുവാൻ കോടതി ഉത്തരവായി. ആശുപത്രി പരിസരത്ത് കണ്ട അനാഥ ശിശുവിനെ അനാഥാലയങ്ങളിൽ ഏൽപ്പിക്കുവാൻ, അനാഥ ശിശുവിനെ അനാഥാലയങ്ങളിൽ ഏൽപ്പിക്കുവാൻ. എന്താണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്? അനാഥാലയം എന്നുള്ളത് അനാഥർക്കുള്ളതാണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ അവിടെ എടുത്തു പറയേണ്ട കാര്യമില്ല. അനാഥ ശിശുവിനെ അനാഥാലയങ്ങളിൽ ഏൽപ്പിക്കുവാൻ എന്ന് എടുത്തു പറയേണ്ട കാര്യം വരുന്നില്ല. എങ്ങനെ എഴുതാം? ആശുപത്രി പരിസരത്ത് കണ്ട ശിശുവിനെ അനാഥാലയങ്ങളിൽ ഏൽപ്പിക്കുവാൻ കോടതി ഉത്തരവായി. ആശുപത്രി പരിസരത്ത് കണ്ട ശിശുവിനെ അനാഥാലയങ്ങളിൽ ഏൽപ്പിക്കുവാൻ കോടതി ഉത്തരവായി. അനാഥ എന്നുള്ളത് വേണ്ട, അനാഥ ശിശുവിനെ എന്നുള്ളത് ഇവിടെ വേണ്ട. ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ള വാക്യം. അടുത്തത്, സീബ്ര വരകൾ നടന്നു പോകുന്ന പദയാത്രികർക്ക് വേണ്ടിയാണ്. സീബ്ര വരകൾ നടന്നു പോകുന്ന പദയാത്രികർക്ക് വേണ്ടിയുള്ളതാണ്. വാക്യങ്ങളെല്ലാം നന്നായിട്ട് വായിച്ച ശേഷം മാത്രമേ നിങ്ങൾ ആൻസറിലോട്ട് പോകാവൂ. കാരണം നമുക്ക് പല വാക്യങ്ങളും വായിക്കുമ്പോൾ ഇതിൽ ഒരു മിസ്റ്റേക്കും ഇല്ലല്ലോ എന്ന് തോന്നും. അങ്ങനെയുള്ള വാക്യങ്ങളാണ് പലതും വരിക. അപ്പോൾ ഇവിടെ സീബ്ര വരകൾ നടന്നു പോകുന്ന പദയാത്രികർക്ക് വേണ്ടിയാണ്. എന്താണ് മിസ്റ്റേക്ക് വരുന്നത്? സീബ്ര വരകൾ നടന്നു പോകുന്നവർക്ക് വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ സീബ്ര വരകൾ പദയാത്രികർക്ക് വേണ്ടിയാണ് എന്ന് എഴുതാം. ഇവിടെ നടന്നു പോകുന്ന അതുപോലെ പദയാത്രികർ എന്നുള്ളത് ഒരുമിച്ച് വേണ്ട. സീബ്ര വരകൾ എന്തിനാണ്? നടന്നു പോകുന്നവർക്ക് വേണ്ടിയുള്ളതെന്ന് നമുക്കറിയാം. പദയാത്രികർ ആരാണ്? നടന്നു പോകുന്നവരാണ് പദയാത്രികർ. സീബ്ര വരകൾ പദയാത്രികർക്കു വേണ്ടിയാണ് എന്ന് മതി. രണ്ടും ഒരുമിച്ച് വരണ്ട. അടുത്തത് നോക്കാം. അധ്യാപകരും വിദ്യാർത്ഥികളും നഗരം ചുറ്റി പ്രദക്ഷിണം നടത്തി. അധ്യാപകരും വിദ്യാർത്ഥികളും നഗരം ചുറ്റി പ്രദക്ഷിണം നടത്തി. ഇവിടെ ചുറ്റി, പ്രദക്ഷിണം രണ്ടും ഒരേ അർത്ഥത്തിലാണ് വരുന്നത്. അധ്യാപകരും വിദ്യാർത്ഥികളും നഗരം ചുറ്റി, അതുപോലെ പ്രദക്ഷിണം എന്ന് പറയുന്നതും ചുറ്റി, പ്രദക്ഷിണം, ഇവ രണ്ടും ഒരേ അർത്ഥത്തിലാണ് വരുന്നത്. രണ്ടും ഒരുമിച്ച് വേണ്ട. ചുറ്റി അതുപോലെ പ്രദക്ഷിണം എന്നിവ ഒരുമിച്ച് പറയേണ്ട കാര്യമില്ല. അധ്യാപകരും വിദ്യാർത്ഥികളും നഗരപ്രദക്ഷിണം നടത്തി. അധ്യാപകരും വിദ്യാർത്ഥികളും നഗരപ്രദക്ഷിണം നടത്തി. പ്രദക്ഷിണം എന്ന് പറയുന്നത് തന്നെ ചുറ്റുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ ഇതാണ് ശരിയായിട്ടുള്ള വാക്യം. അടുത്തത്, സമയത്തിന് വന്നു ചേരുവാൻ കഴിയാത്തതിനു കാരണം വാഹനം കിട്ടാത്തത് കൊണ്ടാണ്. സമയത്തിന് വന്നു ചേരുവാൻ കഴിയാത്തതിനു കാരണം വാഹനം കിട്ടാത്തത് കൊണ്ടാണ്. ഇവിടെ എന്താണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത്? സമയത്തിന് വന്നു ചേരുവാൻ കഴിയാത്തതിനു കാരണം, വന്നു ചേരുവാൻ കഴിയാത്തതിനു കാരണം, അതുപോലെ ഇവിടെ കൊണ്ടാണ്, കാരണം, കൊണ്ടാണ്, രണ്ടും ഒരുമിച്ച് വേണ്ട. എങ്ങനെ എഴുതാം? സമയത്തിന് വന്നു ചേരുവാൻ കഴിയാത്തത് വാഹനം കിട്ടാത്തത് കൊണ്ടാണ്. സമയത്തിന് വന്നു ചേരുവാൻ കഴിയാത്തത് വാഹനം കിട്ടാത്തത് കൊണ്ടാണ്. കാരണം, കൊണ്ടാണ് എന്നിവ ഒരുമിച്ച് വേണ്ട. അടുത്തത്, നാളെയോ അഥവാ മറ്റന്നാളോ നമുക്ക് തമ്മിൽ കാണാം. ഇവിടെ എന്താണ് തെറ്റ് വന്നിരിക്കുന്നത്? നാളെയോ അഥവാ മറ്റന്നാളോ എന്നുള്ളത് ഒരുമിച്ച് വരേണ്ട കാര്യം വരുന്നില്ല. ഒരേ അർത്ഥമാണ് ഇവിടെ വരുന്നത്. അഥവാ അതുപോലെ ഓ, ഒരു പ്രതീക്ഷ പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നാളെയോ മറ്റന്നാളോ നമുക്ക് തമ്മിൽ കാണാം, ഇത്രയും മതി. നാളെയോ മറ്റന്നാളോ നമുക്ക് തമ്മിൽ കാണാം, ഇത്രയും മതി. ഓക്കെ, അടുത്തത്, അനുസരണശീലമില്ലാത്ത ഗോപാലന്റെ മകൻ. അനുസരണശീലമില്ലാത്ത ഗോപാലന്റെ മകൻ. ഇവിടെ ഗോപാലനാണ് അനുസരണശീലമില്ലാത്തത് എന്നാണ് അർത്ഥമാക്കുന്നത്. അനുസരണശീലമില്ലാത്ത ഗോപാലന്റെ മകൻ എന്ന് പറയുമ്പോൾ ഗോപാലനാണ് അനുസരണശീലമില്ലാത്തത് എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ ഒരു വാക്യം തെറ്റാണ്. ഗോപാലന്റെ അനുസരണശീലമില്ലാത്ത മകൻ, മകനാണ് ഇവിടെ അനുസരണശീലം ഇല്ലാത്തത്. ഗോപാലന്റെ അനുസരണശീലമില്ലാത്ത മകൻ, ഗോപാലന്റെ അനുസരണശീലമില്ലാത്ത മകൻ. അടുത്തത്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എന്ന് പറയുന്നതും സഹപ്രവർത്തകൻ എന്ന് പറയുന്നതും ഒരേ അർത്ഥമാണ്. കൂടെ ജോലി ചെയ്യുന്നവരെയാണ് സഹപ്രവർത്തകർ എന്ന് പറയുന്നത്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അതുപോലെ സഹപ്രവർത്തകനെ എന്നുള്ളത് ഒരുമിച്ച് വരണ്ട.
എൻ്റെ സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. എൻ്റെ സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. അടുത്തത് 10 വർഷങ്ങൾ കടന്നു പോയതറിഞ്ഞില്ല. 10 വർഷങ്ങൾ കടന്നു പോയതറിഞ്ഞില്ല. ഇവിടെ സംഖ്യാ ശബ്ദത്തിലാണ് വരുന്നത്. 10 വർഷങ്ങൾ എന്ന് വേണ്ട, 10 വർഷം മതി. 10 വർഷം. 10 വർഷം കടന്നു പോയതറിഞ്ഞില്ല. 10 വർഷം കടന്നു പോയതറിഞ്ഞില്ല. അടുത്തത് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞ ശേഷമാണ് കുട്ടികൾക്ക്, ഇവിടെ കുട്ടികൾക്ക് എന്നാണുള്ളത്, കൂട്ടോ, കുട്ടികൾക്ക് കാര്യം മനസ്സിലായത്. വീണ്ടും ആവർത്തിച്ചു പറഞ്ഞ ശേഷമാണ് കുട്ടികൾക്ക് കാര്യം മനസ്സിലായത്. ഇവിടെ തെറ്റ് സംഭവിച്ചിരിക്കുന്നത് എന്താണ്? വീണ്ടും അതുപോലെ ശേഷം എന്നിവ ഒരുമിച്ച് വന്നിട്ടുണ്ട്. വീണ്ടും എന്ന വാക്യവും അതുപോലെ ശേഷം എന്നതും ഒരുപോലെ വന്നിട്ടുണ്ട്. വീണ്ടും ശേഷം എന്നിവ ഒരുമിച്ച് വരണ്ട. ആവർത്തിച്ചു പറഞ്ഞ ശേഷമാണ് കുട്ടികൾക്ക് കാര്യം മനസ്സിലായത്. ആവർത്തിച്ചു പറഞ്ഞ ശേഷമാണ് കുട്ടികൾക്ക് കാര്യം മനസ്സിലായത്. ഇവിടെ വീണ്ടും എന്നത് നമുക്ക് ഒഴിവാക്കാം. അടുത്തത് അതിനേക്കാൾ കവിഞ്ഞ ഒരു മെച്ചമൊന്നും ഇതിനില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാൽ കവിഞ്ഞ എന്നിവ ഒരുമിച്ച് വരണ്ട. കാൽ കവിഞ്ഞ എന്നിവ ഒരുമിച്ച് വരണ്ട. അതിനേക്കാൾ കവിഞ്ഞ ഒരു മെച്ചമൊന്നും ഇതിനില്ല. ഇത് തെറ്റായിട്ടുള്ളതാണ്. അതിൽ കവിഞ്ഞ ഒരു മെച്ചം ഇതിനില്ല. അതിൽ കവിഞ്ഞ മെച്ചം ഇതിനില്ല. ഇവിടെ മെച്ചമൊന്നും എന്നും വരേണ്ട കാര്യമില്ല. അതിൽ കവിഞ്ഞ ഒരു മെച്ചം ഇതിനില്ല. അതിൽ കവിഞ്ഞ ഒരു മെച്ചം ഇതിനില്ല. അടുത്ത നോക്കാം. ന്യായാധിപൻ കുറ്റം ചെയ്തതിന് പ്രതിയെ ശിക്ഷിച്ചു. ന്യായാധിപൻ കുറ്റം ചെയ്തതിന് പ്രതിയെ ശിക്ഷിച്ചു. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഗുരു തെറ്റു ചെയ്തതിന് ശിഷ്യനെ ശിക്ഷിച്ചു എന്ന്. അതുപോലെ തന്നെയാണ് ന്യായാധിപൻ കുറ്റം ചെയ്തതിന് പ്രതിയെ ശിക്ഷിച്ചു എന്നത്. ന്യായാധിപനാണോ തെറ്റ് ചെയ്തത്? ന്യായാധിപൻ തെറ്റു ചെയ്തതിന് എന്തിനാണ് പ്രതിയെ ശിക്ഷിക്കുന്നത്? ന്യായാധിപൻ കുറ്റം ചെയ്തതിന് പ്രതിയെ ശിക്ഷിച്ചു എന്നുള്ളത് തെറ്റായിട്ടുള്ള വാക്യമാണ്. ഇവിടെ എന്താണ് വരുത്തേണ്ടത്? പ്രക്രമഭംഗം അല്ലെ, ക്രമം തെറ്റിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കുറ്റം ചെയ്തതിന് ന്യായാധിപൻ പ്രതിയെ ശിക്ഷിച്ചു. കുറ്റം ചെയ്തതിന് ന്യായാധിപൻ ആരെ ശിക്ഷിച്ചു? പ്രതിയെ ശിക്ഷിച്ചു. കുറ്റം ചെയ്തതിന് ന്യായാധിപൻ പ്രതിയെ ശിക്ഷിച്ചു. അടുത്തത് ഇന്നലെ വീശി തുടങ്ങിയ കാറ്റ് ഇനിയും മുതൽ നിലച്ചിട്ടില്ല. ഇന്നലെ മുതൽ വീശി തുടങ്ങിയ കാറ്റ് ഇനിയും മുതൽ എന്ന് വരണ്ട. ഇനിയും മുതൽ എന്ന് പറയുമ്പോൾ എന്തിനാണ്? മുതൽ എന്ന് പറയുന്നതിന് ഒരു തുടക്കമാണല്ലേ. ഇന്ന് മുതൽ, നാളെ മുതൽ എന്ന് പറയുന്നത് ഒരു തുടക്കമാണ്. ഇവിടെ ഇന്നലെ വീശി തുടങ്ങിയ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ വീശി തുടങ്ങിയ കാറ്റ് ഇനിയും നിലച്ചിട്ടില്ല. ഇന്നലെ വീശി തുടങ്ങിയ കാറ്റ് ഇനിയും നിലച്ചിട്ടില്ല. മുതൽ എന്നുള്ളത് വേണ്ട. അടുത്തത് അടുത്തത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. വാക്യശുദ്ധിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൻ്റെ ഓപ്ഷൻ എല്ലാം എങ്ങനെ വരും എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ നോക്കാം. തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ എ, ഭാരതീയർ എല്ലാവരും സ്നേഹോദര ഭാവത്തോടു കൂടി വർത്തിക്കണം. ഓപ്ഷൻ ബി, ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം. ഓപ്ഷൻ സി, ഭാരതീയർ എല്ലാവരും സ്നേഹോദാര ഭാവത്തോടു കൂടി വർത്തിക്കണം. ഓപ്ഷൻ ഡി, ഭാരതീയർ എല്ലാവരും സ്നേഹ ഉദാരോ ഭാവത്തോടു കൂടി വർത്തിക്കണം. ഇവിടെ എന്താണ് തെറ്റ് വന്നിരിക്കുന്നത്? ഓപ്ഷൻ ഡിയിൽ ഇവിടെ വർത്തിക്കണം. ഇവിടെ അക്ഷരങ്ങൾ തമ്മിൽ, അതായത് പദം മാറിയിട്ടുണ്ട് അല്ലേ, പദങ്ങൾ മാറിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഉദാരോ ഭാവം എന്നുള്ളതും മാറിയിട്ടുണ്ട്. ഉദാരോ ഭാവം, സ്നേഹ ഉദരോ ഭാവം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് തെറ്റായിട്ടുള്ള ഒരു വാക്യമാണ്. ഭാരതീയർ എല്ലാവരും സ്നേഹോദാരഭാവത്തോടു കൂടി വർത്തിക്കണം. സ്നേഹോദാരഭാവമല്ല, എന്താണ്? സ്നേഹോദാരഭാവമല്ല വരിക. അടുത്തത് ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം. ഇവിടെ ബി ആണ് ശരിയായിട്ട് വരിക. സ്നേഹാദര ഭാവം എന്നാണ്, സ്നേഹാദര ഭാവത്തോടു കൂടി എന്നാണ് വരേണ്ടത്. ഓപ്ഷൻ എയിൽ സ്നേഹോദര ഭാവം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഹോയല്ല, സ്നേഹാദര ഭാവമാണ്. സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം. അടുത്ത നമുക്ക് നോക്കാം. ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ എ, മറ്റു ഗത്യന്തരമില്ലാതെയായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. ഓപ്ഷൻ ബി, ഗത്യന്തരമില്ലാതെയായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. ഓപ്ഷൻ സി, ലീലയ്ക്ക് മറ്റു ഗത്യന്തരമില്ലാതായപ്പോൾ
വീട് വിൽക്കേണ്ടി വന്നു. ഓപ്ഷൻ ഡി, ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നത് മറ്റു ഗത്യന്തരമില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റ് ഗത്യന്തരമില്ലാതെ, അതുപോലെ വേറെ ഗത്യന്തരമില്ലാതെ, ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. അപ്പൊ നമുക്കറിയാം ഓപ്ഷൻ എ മറ്റു ഗത്യന്തരമില്ലാതെ ആയപ്പോൾ എന്ന് പറയുന്നത് എന്താണ്, തെറ്റായിട്ടുള്ള ഒരു വാക്യമാണെന്ന് അറിയാം. അടുത്തത് ലീലയ്ക്ക് മറ്റു ഗത്യന്തരമില്ലാതെ ആയപ്പോൾ വീട് വിൽക്കേണ്ടി വന്നു. ഇവിടെയും മറ്റു ഗത്യന്തരമില്ലാതെ എന്നാണ് കൊടുത്തിരിക്കുന്നത്, സി അല്ലാന്ന് നമുക്ക് മനസ്സിലായി. അടുത്തത് ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നത് മറ്റ് ഗത്യന്തരമില്ലാത്തത് കൊണ്ടാണ്. ഇവിടെയും മറ്റ് ഗത്യന്തരമില്ലാതെ എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതല്ലാന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് ഓപ്ഷൻ ബി ആണ്, ഗത്യന്തരമില്ലാതെ ആയപ്പോൾ മറ്റു എന്നുള്ളത് ഉപയോഗിക്കുന്നില്ല, അതുപോലെ വേറെ എന്നും ഉപയോഗിക്കുന്നില്ല. ഗത്യന്തരമില്ലാതെയായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. ഗത്യന്തരമില്ലാതെയായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ പ്രയോഗം ഏത്? ഓപ്ഷൻ എ, അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ ശകാരിച്ചു. ഓപ്ഷൻ ബി, പഠിക്കാത്തതിന് അധ്യാപകൻ കുട്ടിയെ ശകാരിച്ചു. ഓപ്ഷൻ സി, പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു. ഓപ്ഷൻ ഡി, കുട്ടിയെ പഠിക്കാത്തതിന് അധ്യാപകൻ ശകാരിച്ചു. ഇവിടെ തെറ്റായിട്ടുള്ള പ്രയോഗം ഏതാണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഗുരു പഠിക്കാത്തതിന് കുട്ടിയെ ശിക്ഷിച്ചു. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്, അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ ശകാരിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. അധ്യാപകൻ പഠിക്കാത്തതിന്, അധ്യാപകനാണോ പഠിക്കാത്തത്? അല്ല, കുട്ടിയാണ് പഠിക്കാത്തത്. അപ്പോൾ കുട്ടീനെയല്ലേ ശിക്ഷിക്കേണ്ടത്. അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ ശിക്ഷിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. അടുത്തത്, പഠിക്കാത്തതിന് അധ്യാപകൻ കുട്ടിയെ ശകാരിച്ചു. പഠിക്കാത്തതിന് അധ്യാപകൻ കുട്ടിയെ ശകാരിച്ചു. ഇതും ഒരു തെറ്റായിട്ടുള്ള വാക്യമാണ്. കുട്ടിയെ പഠിക്കാത്തതിന് അധ്യാപകൻ ശകാരിച്ചു, കുട്ടിയെ പഠിക്കാത്തതിന് അധ്യാപകൻ ശകാരിച്ചു എന്ന് പറയുന്നതും തെറ്റായിട്ടുള്ള ഒരു വാക്യമാണ്. ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള വാക്യം. പഠിക്കാത്തതിന് കുട്ടിയെ ആര് ശകാരിച്ചു? അധ്യാപകൻ ശകാരിച്ചു. ആരാണ് ശകാരിച്ചത്? അധ്യാപകനാണ് ശകാരിച്ചത്. അടുത്തത്, ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ എ, മറ്റിതര സംസ്ഥാനങ്ങളുടെയും കഥ ഇതിൽ നിന്ന് വ്യക്തമല്ല. ഓപ്ഷൻ ബി, ഏകദേശം 100ഓളം പുസ്തകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഓപ്ഷൻ സി, ഓരോ വിദ്യാർത്ഥിയും ഓരോ പുസ്തകങ്ങൾ കൊണ്ടുവരണം. ഓപ്ഷൻ ഡി, നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. ഇവിടെ ശരിയായ വാക്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? മറ്റിതര സംസ്ഥാനങ്ങളുടെയും, മറ്റ്, ഇതര എന്നിവ ഒരുമിച്ച് വേണ്ട. മറ്റ് എന്നുള്ളതും ഇതര എന്നുള്ളതും ഒരുമിച്ച് വരണ്ട. അടുത്തത്, ഏകദേശം, ഓളം, ഏകദേശം, ഓളം എന്നിവ ഒരുമിച്ച് വരേണ്ട. അടുത്തത്, ഓരോ വിദ്യാർത്ഥിയും ഓരോ പുസ്തകങ്ങൾ കൊണ്ടുവരണം. പുസ്തകങ്ങളല്ല പുസ്തകം, പുസ്തകങ്ങൾ അല്ല പുസ്തകമാണ്. അടുത്തത്, നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, ശരിയായ പ്രയോഗം ഏത്? ഓപ്ഷൻ എ, ഈ സാമ്പത്തിക വർഷത്തിൽ ഒരു ബാങ്ക് ദേശസാൽക്കരിച്ചു. ഓപ്ഷൻ ബി, ഈ സാമ്പത്തിക വർഷത്തിൽ ബാങ്ക് ദേശീകരിച്ചു. ഓപ്ഷൻ സി, ഈ സാമ്പത്തിക വർഷത്തിൽ ഒരു ബാങ്ക് ദേശവൽക്കരിച്ചു. ഓപ്ഷൻ ഡി, ഈ സാമ്പത്തിക വർഷത്തിൽ ഒരു ബാങ്ക് ദേശമത്കരിച്ചു. ഇവിടെ ശരിയായിട്ടുള്ള പ്രയോഗം ഏതാണ് വരുന്നത്? ഈ സാമ്പത്തിക വർഷത്തിൽ ഒരു ബാങ്ക് ദേശസാൽക്കരിച്ചു. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഈ സാമ്പത്തിക വർഷത്തിൽ ഒരു ബാങ്ക് ദേശസാൽക്കരിച്ചു. ദേശസാൽക്കരിച്ചു എന്നാണ് വരേണ്ടത്. ബാങ്ക് ദേശസാൽക്കരിച്ചു. അടുത്തത്, ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ, ദയവായി ആശുപത്രി വരാന്തയിൽ കൂട്ടം കൂടി നിൽക്കരുത്. ഓപ്ഷൻ ബി, ആശുപത്രി വരാന്തയിൽ കൂട്ടം കൂടി ദയവായി നിൽക്കരുത്. ഓപ്ഷൻ സി, ആശുപത്രി വരാന്തയിൽ ദയവായി കൂട്ടം കൂടി നിൽക്കരുത്. ഓപ്ഷൻ ഡി, ആശുപത്രി വരാന്തയിൽ കൂട്ടം കൂടി നിൽക്കരുത്. ഇവിടെ ആശുപത്രി വരാന്തയിൽ എന്നുള്ളത് തെറ്റാണ്. നമ്മൾ പറയുമ്പോൾ ദയവായി എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? ദയവായി ആശുപത്രി വരാന്തയിൽ എന്ന് ഉപയോഗിക്കാറുണ്ട്. ആശുപത്രി വരാന്തയിൽ ദയവായി കൂട്ടം കൂടി നിൽക്കരുത് എന്നുള്ളതും തെറ്റാണ്. ആശുപത്രി വരാന്തയിൽ കൂട്ടം കൂടി ദയവായി നിൽക്കരുത് എന്ന് പറയുന്നതും തെറ്റാണ്. ദയവായി നിൽക്കേണ്ടത് എന്ന് പറയുന്നത് തെറ്റാണ്. അടുത്തത്, ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള വാക്യം വരുന്നത്. ദയവായി ആശുപത്രി വരാന്തയിൽ കൂട്ടം കൂടി നിൽക്കരുത്. ദയവായി ആശുപത്രി വരാന്തയിൽ കൂട്ടം കൂടി നിൽക്കരുത്. അതാണ് ശരിയായിട്ടുള്ള ഒരു വാക്യം. അടുത്ത നോക്കാം, വാക്യശുദ്ധി വരുത്തുക. ഞാൻ എൻ്റെ ആത്മനിഷ്ഠമായ കാര്യങ്ങൾ സ്വയം മാത്രമേ ചെയ്യാറുള്ളൂ. ഇവിടെ ഒരു വാക്യം കൊടുത്തിട്ടുണ്ട്, തെറ്റിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്.
ഞാൻ എൻ്റെ ആത്മനിഷ്ഠമായ കാര്യങ്ങൾ സ്വയം മാത്രമേ ചെയ്യാറുള്ളൂ. തെറ്റിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ, ആത്മനിഷ്ഠമായ കാര്യങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ. ഓപ്ഷൻ ബി, ഞാൻ ആത്മനിഷ്ഠമായ കാര്യങ്ങൾ സ്വയം ചെയ്യാറുണ്ട്. ഓപ്ഷൻ സി, എൻ്റെ ആത്മനിഷ്ഠമായ കാര്യങ്ങൾ ഞാൻ തന്നെ സ്വയം ചെയ്യാറുണ്ട്. ഓപ്ഷൻ ഡി, ആത്മനിഷ്ഠമായ കാര്യങ്ങൾ ഞാൻ സ്വയം മാത്രമേ ചെയ്യാറുള്ളൂ. ആത്മനിഷ്ഠമായ എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ താൻ ചെയ്യുന്ന കാര്യമാണ്, തന്നെത്താൻ ചെയ്യുന്ന കാര്യമാണ് ആത്മനിഷ്ഠമായ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ തന്നെത്താൻ എന്നുള്ളതും സ്വയം എന്നുള്ളതും ഒരേ അർത്ഥത്തിലല്ലേ വരുന്നത്? ആത്മനിഷ്ഠം അതുപോലെ സ്വയം എന്നുള്ളത് ഒരേ അർത്ഥത്തിലല്ലേ വരുന്നത്? അപ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ? ആത്മനിഷ്ഠമായ കാര്യങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ. ആത്മനിഷ്ഠമായ കാര്യങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ. അടുത്തത് തെറ്റായ വാക്യം ഏത്? ഓപ്ഷൻ എ, പിന്നീട് ഒരിക്കൽ ഞാൻ താങ്കളെ സന്ദർശിക്കാമെന്ന് ഉറപ്പു നൽകുന്നു. ഓപ്ഷൻ ബി, വ്യക്തിനാമങ്ങളും സ്ഥലനാമങ്ങളും അതാതു പ്രദേശത്ത് ഉച്ചരിക്കുന്നത് പോലെ എഴുതണം. ഓപ്ഷൻ സി, ആ ചടങ്ങുമായി ബന്ധപ്പെട്ട എണ്ണമറ്റ അസംഖ്യം ഐതിഹ്യങ്ങളുണ്ട്. ഓപ്ഷൻ ഡി, അവരുടെ ജീവിതം ഇപ്പോഴും അന്ധകാര നിബിഡമാണ്. ഇവിടെ തെറ്റായിട്ടുള്ള വാക്യമാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. തെറ്റായിട്ടുള്ള വാക്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് തെറ്റായിട്ടുള്ള വാക്യം? ആ ചടങ്ങുമായി ബന്ധപ്പെട്ട എണ്ണമറ്റം അസംഖ്യം ഐതിഹ്യങ്ങളുണ്ട്. ആ ചടങ്ങുമായി ബന്ധപ്പെട്ട എണ്ണമറ്റ എന്നുള്ളതും അസംഖ്യം എന്നുള്ളതും ഒരേ അർത്ഥത്തിലാണ് വരുന്നത്. എണ്ണമറ്റ എന്നുള്ളതും അസംഖ്യം എന്നുള്ളതും ഒരേ അർത്ഥത്തിലാണ് വരുന്നത്. ആ ചടങ്ങുമായി ബന്ധപ്പെട്ട അസംഖ്യം ഐതിഹ്യങ്ങളുണ്ട്. ആ ചടങ്ങുമായി ബന്ധപ്പെട്ട അസംഖ്യം ഐതിഹ്യങ്ങളുണ്ട് എന്ന് മതി. ഇവിടെ ഐതിഹ്യം എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കുക. ഐതിഹ്യമാണ്, ഐതിഹ്യം എന്നല്ല, ഐതിഹ്യമാണ്. നമ്മൾ പദശുദ്ധിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐതിഹ്യമാണ്. അടുത്തത് ശുദ്ധമായ വാക്യം ഏത്? ഓപ്ഷൻ എ, സുഖവും അതിനേക്കാൾ ഉപരി ദുഃഖത്തോടും കൂടിയതാണ് ജീവിതം. ഓപ്ഷൻ ബി, സുഖവും അതിനേക്കാൾ ദുഃഖത്തോടു കൂടിയതാണ് ജീവിതം. ഓപ്ഷൻ സി, സുഖവും അതിനേക്കാൾ ദുഃഖവും ചേർന്നതാണ് ജീവിതം. ഓപ്ഷൻ ഡി, സുഖവും അതിനേക്കാൾ ഉപരി ദുഃഖവും ചേർന്നതാണ് ജീവിതം. ഇവിടെ അപ്പോൾ ഏതാണ് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്? സുഖവും അതിനേക്കാൾ ദുഃഖവും ചേർന്നതാണ് ജീവിതം. സുഖവും അതിനേക്കാൾ ദുഃഖവും ചേർന്നതാണ് ജീവിതം. അടുത്തത് ശരിയായ രൂപമേത്? ഇവിടെ എന്താണ്? പദദോഷത്തിലാണ് വരുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, കൃഷിരീതികൾ ആധുനികീകരിക്കേണ്ടതാണ്. കൃഷിരീതികൾ ആധുനികീകരിക്കേണ്ടതാണ്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. കൃഷിരീതികളെ ആധുനികീകരിക്കേണ്ടതാണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വാക്യം. അടുത്തത്, ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വ്യക്തിയാണ് ഗാന്ധിജി. നമ്മൾ നേരത്തെ പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ എന്നുള്ളത് തെറ്റാണ്. ഏറ്റവും കൂടുതൽ എന്ന് വേണ്ട. അതുപോലെ ഞാൻ ഏറ്റവും ആരാധിക്കുന്ന വ്യക്തിയാണ് ഗാന്ധിജി. ഞാൻ ഏറ്റം എന്നുള്ളതും തെറ്റായിട്ടുള്ള വാക്യമാണ്. ഞാൻ ഏറ്റവും ആരാധിക്കുന്ന വ്യക്തിയാണ് ഗാന്ധിജി. ഇവിടെ ഇതാണ് ശരിയായിട്ടുള്ള വാക്യം. ഞാൻ ഏറ്റവും ആരാധിക്കുന്ന വ്യക്തിയാണ് ഗാന്ധിജി. ഇവിടെ ഞാൻ ഏറ്റവും അധികം ആരാധിക്കുന്ന വ്യക്തിയാണ് ഗാന്ധിജി എന്ന് വേണ്ട. ഞാൻ ഏറ്റവും അധികം, അതുപോലെ ഞാൻ ഏറ്റവും കൂടുതൽ എന്ന് വേണ്ട. ഞാൻ ഏറ്റവും ആരാധിക്കുന്ന വ്യക്തിയാണ് ഗാന്ധിജി. ഇത്രയും മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പഠിപ്പിച്ചത് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ നിയമങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വാക്യശുദ്ധി പഠിച്ചെടുക്കാവുന്നതാണ്. വാക്യശുദ്ധിയുടെ നിയമങ്ങൾ വാക്യശുദ്ധി പാർട്ട് 1-ൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കാണുക. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ വാക്യശുദ്ധിയുടെ നോട്ട്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പഠിച്ചെടുക്കുക. അപ്പോൾ മലയാളം ക്ലാസ്സസ് തുടർച്ചയായി കാണുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.